അങ്ങനെ അൻവർ കീഴടങ്ങിയിരിക്കുകയാണല്ലോ. ആർക്കറിയാം, പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും, വ്യക്തമാണ്. രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. ഒന്ന്, ഇതൊരു നാടകം, മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് നടത്തിയൊരു നാടകം. അതല്ലെങ്കിൽ അൻവർ മറ്റാർക്കോ വേണ്ടി രംഗത്തിറങ്ങി, മറ്റെന്തോ ശക്തികൾക്ക് വേണ്ടി രംഗത്തിറങ്ങി. ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ സൂചന നൽകിയിരുന്നു, അല്ലെ, പിന്നിൽ ആര് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് അൻവർ സംസാരിക്കുന്നത് എന്നുള്ള അന്വേഷണം പല കേസുകളുടെ പ്രതികളിലേക്കും ചില മാഫിയകളിലേക്കും ഒക്കെ നീണ്ടപ്പോൾ ഭയന്ന് പിൻവാങ്ങിയതാണോ, അതോ ഇതൊരു അടവാണോ, അതോ നാടകത്തിൻ്റെ അടുത്ത രംഗമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും തൽക്കാലം മുന്നിൽ കാണുന്ന വാർത്ത മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. എളിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിലെ കവർ ചിത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും കൈയഴിഞ്ഞതോടെയാണ് അൻവറിൻ്റെ പ്രതികരണം. നവമാധ്യമങ്ങളിലടക്കം അൻവറിന് പിന്തുണ ഏറിയതോടെയാണ് CPM പ്രസ്താവനയിലൂടെ അൻവറിനെ തള്ളിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയോട് പിണങ്ങി പോയിരിക്കുകയാണോ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്, അതുപോലെ മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനവും തത്സമയം ചേരുന്നു. ശാലിനി, ശിവദാസ്, നമസ്തേ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ആദ്യം ശിവദാസിലേക്ക് പോകാം. ശിവദാസ്, അദ്ദേഹത്തെ കണ്ടിരുന്നോ? അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ്? ഇതെന്താണ്, നാടകമാണോ, മിമിക്രി ആണോ, മോണോ ആക്ട് ആണോ, എന്താണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്? പ്രദീപ് പിള്ള, തൽക്കാലം ഇപ്പോൾ PV അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു തൻ്റെ എതിരാളികൾക്കെതിരെ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. പരാതി നൽകുകയും അതോടൊപ്പം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് കൃത്യമായി മുഖ്യമന്ത്രിയെ ലാക്കാക്കി തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടത് വലത്, നേരിട്ട് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് വലത് ചിറകുകൾ അരിയുക എന്ന ലക്ഷ്യത്തോടെ, അതായത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അൻവർ പ്രതികരണം. പക്ഷേ മുഖ്യമന്ത്രി നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രതികരണങ്ങളായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയും അതോടൊപ്പം തന്നെ ചില കച്ചവട താല്പര്യങ്ങൾ അടക്കമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനമായും അദ്ദേഹം നൽകിയ പരാതികളിൽ ഒന്ന്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോലീസ് നേരത്തെ എടുത്തിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളം അതിൻ്റെ ഒരു വലിയ ഹബ്ബ് തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് ഒഴുകുന്ന ഒരു വിമാനത്താവളങ്ങളിൽ ഒന്നാണ്, കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ ഒഴുകുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം. ഇതിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട പോലീസ് നടത്തിയിരുന്നു. കൃത്യമായി സംസ്ഥാനത്ത് തന്നെ പിടികൂടുന്നതിൽ 90% സ്വർണ്ണ പിടിക്കുന്ന കേസുകളും മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു പോലീസിനെ നിസ്സഹായരാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ആ രീതിയിലുള്ള പരാതികളുമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ മതമൗലികവാദികളെ സഹായിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് മുഖ്യമന്ത്രിക്ക് എതിരെ പറയുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒരു ഇടത് MLA എന്ന തരത്തിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നത ഉണ്ടാക്കുകയും പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ എതിർപ്പ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് നേരിട്ട് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അൻവറിന്റെ പരാതികളും പരാമർശങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശശിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളും നിലപാടുകളും. അതോടൊപ്പം ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. നിലവിൽ അൻവറിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ ഉണ്ടാവുക എന്ന് പറയുന്നു. പക്ഷേ നിലവിൽ
വിജിലൻസിന്റെ പരാതിയാണ് നടക്കുന്നത്. ഏകദേശം 6 മാസത്തോളം ആ പരാതി അന്വേഷിക്കാനുള്ള കാലാവധി സമയം ഉണ്ട്. നിലവിൽ തന്റെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോഴും അൻവറിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരണം നടത്തി. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ ഇടപാടുകളെ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിനെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല. വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും സ്വർണ്ണക്കടത്തിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ പരിശോധനകൾ നടത്തുക തന്നെ ചെയ്യും. ഏത് തരത്തിലുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടായാൽ പോലും അത് ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി PV അൻവറിനെതിരെ പരാതി ഉയർന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലും അൻവറിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അൻവർ പാർട്ടിക്ക് എതിരായി സംസാരിക്കുന്നു, പാർട്ടി ചട്ടക്കൂടിന് പുറത്തു നിന്നാണ് അൻവറിന്റെ ഓരോ പ്രവർത്തനങ്ങളും, ഇത് പാർട്ടിയെ ദുർബലമാക്കുന്നു, എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നേരിട്ട് തന്നെ CPM പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അൻവർ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇനി അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അടക്കമുള്ള പ്രതികരണം ഉണ്ടായാൽ അത് കടുത്ത നടപടികളിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ തൽക്കാലം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ അത് തൽക്കാലം നിർത്തുന്നു എന്ന് അൻവർ പറഞ്ഞത്. പക്ഷേ പോരാട്ടം തുടരും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം തുടരും. പോലീസിന് എതിരെയല്ല, പോലീസിലെ ചില പുഴുക്കുത്തുകൾക്ക് എതിരെയാണ് താൻ പോരാട്ടം തുടരുന്നത്. അത് ഇനിയും തുടരും. തൽക്കാലം ഇപ്പോൾ നേരിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ താൻ നടത്തുന്നില്ല. പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് താൻ പ്രവർത്തിക്കുകയാണ്. ഇനിയും അത് തുടരും, പോരാട്ടവും തുടരും. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെല്ലും കുറ്റബോധമില്ല എന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദീപ് പിള്ള. ശിവദാസ് ആണ് വളരെ വിശദമായി. ഇനി ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാർത്ത ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിശദമായി അത് ഏറെക്കുറെ പുനഃപ്രസിദ്ധീകരിക്കുകയായിരുന്നു ശിവദാസ് കർമ്മനം. വളരെയധികം നന്ദി. തുടരുക. ശാലിനിയിലേക്ക് പോകാം. ശാലിനി, എന്ത് കണ്ടാണ് അൻവർ പേടിച്ചത്? ഇത് പേടിച്ചതാണോ പേടിപ്പിച്ചതാണോ? കൃത്യമായ സന്ദേശം എന്തെങ്കിലും അൻവറിന് ലഭിച്ചോ? കൂടുതൽ കളിച്ചാൽ മറ്റ് ബന്ധങ്ങൾ എടുത്ത് പുറത്തിടും എന്നുള്ളത് മാത്രമല്ല, ആൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് നമ്മുടെ ലേഖകർ ചൂണ്ടിക്കാട്ടുന്നത്. പല കച്ചവടങ്ങളും പല കച്ചവടങ്ങളും കൈപൊള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രീയമായ പ്രസക്തി കൂടി നഷ്ടപ്പെട്ടാൽ ചാടി വീഴാൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ചാടി വീഴാൻ ഒരുപാട് പേരെ വെറുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. വലിയ ഭീഷണിയും ഒക്കെ ആയിട്ട് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് ആരെയൊക്കെ ഭീഷണിപ്പെടുത്തി തീർത്തുകളെയും പൂട്ടിക്കളെയും എന്തിന് നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയോട് വരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തി അത് പൂട്ടും എന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ പുലി എലിയാകുന്ന ലക്ഷണമാണ്. എന്താണ് സീൻ ശാലിനി? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കൈവിട്ടതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മിക്കക്കള്ളി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ഫേസ്ബുക്കിലെ കവർ ചിത്രം അടക്കം മാറ്റുന്ന ഒരു സാഹചര്യം PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയും PV അൻവറും ഒരേ വേദിയിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു കവർ ചിത്രമായി കഴിഞ്ഞ കുറെ നാളുകളായി PV അൻവർ വെച്ചിരുന്നത്. പക്ഷേ അതൊക്കെ ഇന്നലെ രാത്രി 11:45 മാറ്റുന്നു. പാർട്ടിയുമായി ഒത്തുപോകും, ഇനി ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് കൂടി മാറ്റുന്നു. പാർട്ടിയുമായി ഒത്തുപോകും, ഇനി ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് താനില്ല എന്ന് പറയുമ്പോൾ അത് പേടിച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്റലിജൻസ് അടക്കമുള്ളവരുടെ അന്വേഷണം ഇപ്പോൾ PV അൻവറിനെതിരെ നടക്കുകയാണ്. പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഒരു ഭയം ഉണ്ടായിട്ടാണോ ഇത് ഈ നീക്കം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം പല വഴിയിലേക്ക് പോയേക്കാം. ഒന്ന് PV അൻവറിന്റെ അടക്കമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് അന്വേഷണം പോകും. ഒപ്പം തന്നെ ചില ദിവസങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ചില സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലരും തന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ PV അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വഴിയൊക്കെ അന്വേഷണങ്ങൾ പോവുകയാണെങ്കിൽ അത് തനിക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരു ബോധ്യമാണോ ഇതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള കാരണമായി PV അൻവർ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വരും മണിക്കൂറിൽ അറിയേണ്ടത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അൻവറിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഭാവനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ
അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ പി വി അൻവർ മൗനം തുടരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പോരാട്ടവുമായി മുന്നോട്ട് പോകും, പക്ഷേ പാർട്ടിയും അണികളുമാണ് തനിക്ക് വലുത്. ആ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി പി വി അൻവറിന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാകാം ഈ ഒരു നടപടിയുടെ ഭാഗം എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പി വി അൻവറിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും പി വി അൻവർ സൂചിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് താൻ, മുഖ്യമന്ത്രി എപ്പോഴും തനിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പാർട്ടിയെ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വലിയ രീതിയിൽ സംശയം മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പി വി അൻവറിന്റെ പല ആരോപണങ്ങളും എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൂടി വിശ്വസ്തരായ പി വി അൻവറിനെ കൈവിട്ടതോടുകൂടി തനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്കാണോ ഈ തീരുമാനങ്ങൾ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ADGP MR അജിത് കുമാർ സ്ഥാനത്ത് തുടരുന്നതിന് എതിരെ വലിയ രീതിയിലുള്ള അമർഷം പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം, അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഒരു അനുനയ നീക്കം അല്ലെങ്കിൽ ഒരു മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പിന്നോട്ട് പോക്ക് അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ആരെ ഭയന്നിട്ടാണ്? പാർട്ടിയെ ഭയന്നതാണോ അതോ മുഖ്യമന്ത്രിയെ ഭയന്നാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കണ്ടറിയണം. അതോ ഇനി പരസ്യ പ്രസ്താവനയിലേക്ക് അൻവർ തിരികെ വരുമോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധപ്പുറപ്പാടാണോ അൻവർ നടത്താൻ പോകുന്നത് എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. എന്തായാലും രാഷ്ട്രീയ കേരളം വളരെ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളെ ഉറ്റുനോക്കുകയാണ്. UDF അടക്കം മടങ്ങിപ്പോകാനുള്ള സാധ്യത പി വി അൻവർ സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി വി അൻവർ നിലപാട് അറിയിച്ചിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അടുത്ത തുടർ നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നത്? ഇന്റലിജൻസ് അന്വേഷണം നേരത്തെ വിധേയനായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് കണ്ടറിയണം. അതേസമയം തന്നെ ആ ഇന്റലിജൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അടക്കമുള്ള കാര്യങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതും കണ്ടറിയണം. ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായി ഏറെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് പി വി അൻവർ കടന്നു പോകുന്നത്. ആ രീതിയിൽ ഈ രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതാവുകയാണെങ്കിൽ പി വി അൻവർ വെറും ഒരു വട്ടപൂജ്യമാകും എന്നുള്ളതിൽ സംശയമില്ല. അത് ഭയന്നുകൊണ്ടാണോ പി വി അൻവറിന്റെ ഈ പിന്മാറ്റം എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്.